ചേട്ടാ 2010 ശേഷം ഇപ്പൊ ഇതാ കോൺഗ്രസ് വലിയ വിജയം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കാഴ്ചവെച്ചു. ഇനിയിപ്പോ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് ഒരു ഓവർ കോൺഫിഡൻസ് നൽകുന്നതാണ് ഈ വിജയമെങ്കിൽ പോലും വെറുതെ ഇരുന്നാൽ ജയിക്കാനാകില്ലല്ലോ. പഴയ പോലെ പടലപ്പിണക്കങ്ങളും പാർട്ടിയിൽ ഐക്യമില്ലായ്മയും ഉണ്ടായാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും കോൺഗ്രസ് തോൽക്കാനുള്ള സാധ്യതയില്ലേ? എങ്ങനെ വിലയിരുത്തുന്നു? തീർച്ചയായും 2010 ശേഷം ഒരു വലിയ വിജയം കോൺഗ്രസ് നേടുന്ന ഒരു തെരഞ്ഞെടുപ്പ്, പ്രാദേശിക തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചാൽ വലിയ വിജയം നേടിയ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ പൂർത്തീകരിച്ചു കഴിഞ്ഞത്. കോൺഗ്രസ് അത് വിചാരിക്കാത്ത രൂപത്തിലുള്ള വിജയം. നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് ക്യാമ്പ് പോലും ഇത്ര വലിയൊരു വിജയം പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം കൊല്ലം കോർപ്പറേഷൻ ഉൾപ്പെടെ കോൺഗ്രസ് അധികാരത്തിലേക്ക് കടന്നു വരുമ്പോൾ പൊളിച്ചാൽ പൊളിയാത്ത കോട്ടകളില്ല എന്ന് കോൺഗ്രസ് കേരളത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. എന്തായാലും കോൺഗ്രസിന്റെ ലക്ഷ്യം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനത്ത് ഭരണത്തിന് പുറത്തുള്ള കോൺഗ്രസിന് ഇത്തവണ അധികാരത്തിൽ തിരിച്ചെത്തിയാൽ മതിയാകും. അതിനുവേണ്ടി കൃത്യമായി എണ്ണയിട്ട യന്ത്രം കണക്കെയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെക്കുന്നത്. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഡു ഓർ ഡൈ തെരഞ്ഞെടുപ്പായിരുന്നു ഇപ്പോൾ നടന്നത്. അത് മാത്രമല്ല, VD സതീശന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ വലിയ ആത്മവിശ്വാസത്തോടു കൂടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തന്നെ VD സതീശൻ പറഞ്ഞ 4 കോർപ്പറേഷനുകൾ ഞങ്ങൾ ഭരിക്കുമെന്നാണ്. അന്ന് 4 കോർപ്പറേഷൻ ഭരിക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രൗഢോജ്വലമായ മുന്നേറ്റം നടത്തുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ നഷ്ടമായത് കപ്പിനും ലിപ്പിനും ഇടയിലാണ്. അല്ല, അത് VD സതീശൻ പറയുന്നുണ്ടല്ലോ, 4 കോർപ്പറേഷൻ ഞങ്ങൾ പിടിക്കും, 2 കോർപ്പറേഷനിൽ മികച്ച രീതിയിൽ മുന്നോട്ട് വരും, അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് VD സതീശൻ പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ VD സതീശൻ അതുപോലെ ജില്ലാ പഞ്ചായത്തുകളുടെ കാര്യവും പറയുന്നുണ്ടല്ലോ. 8 ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾ പിടിക്കുന്നു. അപ്പൊ VD സതീശൻ പറഞ്ഞ കണക്കുകളൊക്കെ കൃത്യമായിരുന്നു. തീർച്ചയായും VD സതീശൻ പറഞ്ഞ കണക്ക് കൃത്യമായിരുന്നു എന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞ എല്ലാ രൂപത്തിലും വിജയിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. അത് മാത്രമല്ല, താഴെത്തട്ടിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇനി പരാജയപ്പെട്ടാൽ തങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടാവില്ല എന്നൊരു ബോധം കോൺഗ്രസ് പ്രവർത്തകർക്ക് വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായി നേരത്തെ തെരഞ്ഞെടുപ്പുകളിൽ പരസ്പരം കാലുവാരുന്നതും പരസ്പരം സ്ഥാനാർത്ഥികളെ വാരി തോൽപ്പിക്കുന്നതും കോൺഗ്രസിന് ഒരു പതിവായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. എണ്ണയിട്ട യന്ത്രം കണക്കെ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ ബൂത്തുകളിൽ പണിയെടുത്തു. അതിന്റെ റിസൾട്ടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അല്ല ചേട്ടാ, കോൺഗ്രസ് ഒരുപാട് മാറി എന്ന് പറയാൻ കഴിയില്ലേ? കാരണം സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോ അവസാന നിമിഷം വരെയും സ്ഥാനാർത്ഥിത്വത്തിന് തല്ലുപിടിക്കുന്ന പാർട്ടി ആയിരുന്നു കോൺഗ്രസ്. അല്ലാന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമുക്ക് തന്നെ അറിയാം, സീറ്റ് നിഷേധിച്ചതിന്റെ പേരിൽ പാർട്ടി മാറിയവർ വരെ കോൺഗ്രസിൽ ഉണ്ടായിരുന്നു എന്നുള്ള സാഹചര്യത്തിലല്ലേ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഐക്യമല്ലേ സത്യത്തിൽ വിജയിച്ചത്? തീർച്ചയായും വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാകുന്ന ഒരു സാഹചര്യം കോൺഗ്രസിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ സാഹചര്യമല്ല കോൺഗ്രസിനുള്ളത്. ഒരു സെമി കാഡർ പാർട്ടിയായി കോൺഗ്രസ് മാറി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിന്റെ ഉദാഹരണമായി നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്താൻ സാധിക്കും. പക്ഷേ കോൺഗ്രസിന്റെ ലക്ഷ്യം ഈ തെരഞ്ഞെടുപ്പല്ല. കോൺഗ്രസിന്റെ ലക്ഷ്യം നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിടുന്നത് ഭരണത്തിലേറുക എന്ന് തന്നെയാണ്. അതായത് 10 വർഷമായി അധികാരത്തിന് പുറത്താണ് കോൺഗ്രസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഇനി അധികാരമില്ലാതെ കേരളത്തിൽ അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം എത്ര നാളാണ് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി പ്രതിപക്ഷത്തിരിക്കുക? ഒരു ഭാഗത്ത് അഴിമതിയും സ്വജനപക്ഷപാതവും പിൻവാതിൽ നിയമനവും എല്ലാം കൂത്തരങ്ങാക്കി മാറ്റിയ ഇടതുമുന്നണിക്കെതിരെ സന്ധിയില്ലാ സമരം നടത്താൻ കഴിയുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം അത് കോൺഗ്രസും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ അധികാരത്തിലേറ്റുക എന്നത് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരെ പോലെ തന്നെ നിഷ്പക്ഷരായ ആളുകളുടെയും ഒരു വിഭാഗം CPM ആളുകളുടെയും ബാധ്യതയായി കേരളത്തിൽ മാറിയിരിക്കുകയാണ്. കാരണം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മാത്രമേ കേരളത്തിന് നഷ്ടപ്പെട്ട 10 വർഷക്കാലം തിരിച്ചു പിടിക്കാൻ കഴിയൂ. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസ് നേതൃത്വം ആരംഭിച്ചു കഴിഞ്ഞു. ബൂത്തുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. 14 ജില്ലകൾക്കും 14 KPCC ഉപാധ്യക്ഷന്മാർക്ക് ചുമതല നൽകി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുമ്പ് അവരുടെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായ പ്രവർത്തനം ജില്ലകളിൽ നടക്കാൻ പോകുന്നു. നിയോജക മണ്ഡലങ്ങളിൽ KPCC ഭാരവാഹികൾക്ക് ചുമതല നൽകുകയാണ്. അതിനുശേഷം വർക്കിംഗ് പ്രസിഡന്റുമാർക്ക് മേഖല തിരിച്ച് ചുമതല നൽകി കഴിഞ്ഞു. KPCC പ്രസിഡന്റ് കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്നു. MLA-മാരും MP-മാരും ഉൾപ്പെടുന്ന ആളുകൾ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പോകുന്നു. ആ ഒരു തരത്തിൽ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഉജ്ജ്വലമായ ഒരു ജയം കേരളത്തിൽ നേടിയെടുക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. 80 സീറ്റിൽ നിലവിൽ കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുകയാണ്. ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ ഫലവുമായി താരതമ്യപ്പെടുമ്പോൾ അത് 80 അല്ല, അത് 100-ലധികം സീറ്റുകളിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് കോൺഗ്രസ് ഏകോപിപ്പിക്കുന്നത്. അതിനുവേണ്ടി എല്ലാ ബൂത്തുകളും ചലിപ്പിച്ച അവസാന വോട്ടറെയും ബൂത്തിലെത്തിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് SIR-ലെ കൃത്യമായി പരമാവധി വോട്ടർമാരെ, കോൺഗ്രസ് അനുകൂല വോട്ടർമാരെ പരമാവധി ഉൾക്കൊള്ളിക്കാൻ നോക്കി. വോട്ടർ പട്ടികയിൽ അവസാന വോട്ടറുടെയും പേര് ചേർത്ത് എല്ലാ തരത്തിലും അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്.
ചേട്ടാ, ഈ KPCCയുടെ പുനർസംഘടന നടന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സൈബർ ഹാൻഡിലുകൾ അല്ലെങ്കിൽ CPM-ന്റെ അടക്കം സൈബർ ഹാൻഡിലുകൾ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, ജംബോ കമ്മിറ്റിയാണ് KPCCയുടെ എന്ന്. അപ്പൊ അന്ന് പലരും പറഞ്ഞു, അന്ന് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളടക്കം പറഞ്ഞു ഇത്രയും വലിയൊരു കമ്മിറ്റി എടുത്തതിന്റെ പിന്നിൽ വ്യക്തമായ ലക്ഷ്യമുണ്ടെന്ന്. അപ്പൊ അത് വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതായിരുന്നില്ലേ ഈ തെരഞ്ഞെടുപ്പ് ഫലം? തീർച്ചയായും KPCCയുടെ ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവർ മത്സര രംഗത്തേക്ക് വന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. പലരും ജയിച്ചു കയറി പരാജയപ്പെട്ട ആളുകളുമുണ്ട്. പക്ഷേ ഒരു ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ KPCCയുടെ ഭാരവാഹികൾ, ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവർ മത്സരിക്കാൻ തയ്യാറായി എന്ന് പറയുമ്പോൾ എത്രത്തോളം പ്രാധാന്യത്തോടുകയാണ് കോൺഗ്രസ് ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ നേരിട്ടത് എന്നതിന്റെ ഒരു സാക്ഷ്യം കൂടിയാണ്. അപ്പൊ മറ്റൊരു കാര്യമുണ്ടല്ലോ, MLA ആയിരുന്ന വ്യക്തികൾ പോലും കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിച്ചില്ലേ? അങ്ങനെ അതും കോൺഗ്രസിനൊരു കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പ് എത്ര പ്രധാനപ്പെട്ടതാണെന്ന് വ്യക്തമാക്കി. തീർച്ചയായും കോൺഗ്രസിന് ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന ഫിനിക്സ് പക്ഷിയെ പോലെ കോൺഗ്രസിന് ഉയർത്തെഴുന്നേറ്റ് വരാൻ ആവനാഴിയിലെ അവസാന അസ്ത്രവും പുറത്തെടുത്തു കോൺഗ്രസ് അതിന്റെ എല്ലാ തരത്തിലുള്ള പോരാട്ടവും നടത്തി. അതിന്റെ റിസൾട്ടാണ് ഇപ്പോൾ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിലും ഉജ്ജ്വലമായ റിസൾട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണം. അതിനുവേണ്ടിയാണ് മുഴുവൻ മണ്ഡലങ്ങളിലും മുഴുവൻ ബൂത്തുകളിലും പ്രവർത്തകന്മാരെ രംഗത്തിറക്കി ബൂത്ത് തല പ്രവർത്തനങ്ങൾ. കാരണം വോട്ടർമാരുടെ പൾസ് അറിയുന്നത് ബൂത്തിലെ നേതാക്കന്മാർക്കാണ്. ബൂത്തുകളിൽ ആളുകളെ, വാർഡുകളിലെ ആളുകളെ ബൂത്തിലെത്തിച്ചാൽ മാത്രമേ അത് വോട്ടായി മാറുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പരമാവധി പുതിയ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ ചേർക്കുക, തള്ളിക്കേണ്ട വോട്ടർമാരെ തള്ളിക്കുക, അതുപോലെ കൂട്ടിച്ചേർക്കേണ്ട ആളുകളെ കൂട്ടിച്ചേർക്കുക. അത്തരത്തിൽ സമഗ്രമായി വോട്ടർ പട്ടിക പഠിച്ച വോട്ടർ പട്ടികയിൽ കൃത്യമായി ആളുകളെ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതോടൊപ്പം തന്നെ എണ്ണയിട്ട യന്ത്രമല്ല, എണ്ണയിട്ട തന്ത്രമാണ് കോൺഗ്രസ് ആവിഷ്കരിച്ചിരിക്കുന്നത്. സണ്ണി ജോസഫ് നിലവിൽ പേരാവൂരിന്റെ MLA ആണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേരളമാകമാനം ഉജ്ജ്വലമായ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ KPCC ജനറൽ സെക്രട്ടറിമാർ, KPCC സെക്രട്ടറിമാർ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപനമുണ്ടാകും. അവരുടെ നേതൃത്വത്തിൽ KPCC ഉപാധ്യക്ഷന്മാർക്ക് ജില്ലാ ചുമതല നൽകി. അവർ ഓരോ ജില്ലയിലും ഓരോ ഉപാധ്യക്ഷന്മാർക്ക് ചുമതല നൽകി. ഞാൻ മനസ്സിലാക്കുന്നു കോൺഗ്രസിന് നിലവിൽ MLA-മാരില്ലാത്ത കോഴിക്കോട് ജില്ലയിലെ ചുമതല ഹൈബി ഈഡനാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. ഇത്തരത്തിൽ മുഴുവൻ ജില്ലകളിലും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച യുവത്വത്തിനും പരിചയസമ്പത്തിനും എല്ലാം ഒരേപോലെ പ്രാതിനിധ്യം നൽകുന്ന സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ച് ദേശീയ നേതാക്കന്മാർ, പ്രിയങ്ക ഗാന്ധി കേരളത്തിലുള്ള MP ആണ്. പ്രിയങ്കയും രാഹുലും സച്ചിൻ പൈലറ്റും ഉൾപ്പെടുന്ന നേതാക്കന്മാർ കൂടി കേരളത്തിലെത്തി കേരളം ഉഴുതുമറിച്ചാൽ ഇടതു ദുർഭരണത്തിന് അന്ത്യം കുറിക്കാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് കോൺഗ്രസിനുള്ളത്. ആ ശുഭാപ്തി വിശ്വാസം കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കുന്ന ചാലക ശക്തിയാണ്. ആ ചാലക ശക്തിയിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസിനെ തടഞ്ഞു നിർത്താൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഉത്തരവാദിത്വത്തോടുള്ള ഒരു ബോധ്യം. ആ ബോധ്യം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണം. ആ വിജയത്തിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും കോൺഗ്രസ് ആവിഷ്കരിച്ചു കഴിഞ്ഞു. ഇനി ആ പ്രവർത്തനം 4 മാസം ബാക്കിയുണ്ട്. ആ പ്രവർത്തനം ബൂത്തുകളിൽ നടപ്പിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ഉള്ളത്.